ആദ്യം നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാട് ജില്ലയെ രാജ്യത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയിലേക്കാണ്. ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നേരിട്ടെത്തി വലിയ പ്രചാരണമൊന്നും നടത്താതെ തന്നെ വലിയ വിജയം കൈവരിക്കാം, ആവർത്തിക്കാം എന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. മണ്ഡലത്തിലെ വിജയം ഉറപ്പിച്ച നിലയിലാണ് UDF മണ്ഡലത്തെ നോക്കിക്കാണുകയും ചെയ്തത്. കേരളത്തിൽ UDFന്റെ ഏറ്റവും ഉറച്ച കോട്ടകളിൽ ഒന്നാണ് വയനാട്. MI ഷാനവാസ് 2009 1,53,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടമാണ്. എന്നാൽ 2014 MI ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,000-ലേക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. 2019 കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷൻ കൂടിയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വയനാട്ടിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കുകയും മണ്ഡലം തൂത്തുവാരുകയും ചെയ്യാൻ സാധിച്ചു. അതോടെ ഈ മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. 80.37% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ 10,87,783 പേർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി അത് ജയിച്ചു വന്നത്. 4,31,770 വോട്ടുകൾ എന്നുള്ളത് കേരളം ഇതുവരെ കാണാത്ത ചരിത്ര ഭൂരിപക്ഷമായിരുന്നു. ഈ ചരിത്ര ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ആവർത്തിക്കാനാകുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾക്കൊപ്പം VS രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്ത്, ശക്തമായ ഒരു മത്സരം വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീതി തുടക്കം മുതൽ തന്നെ, സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. വയനാട് ജില്ല, വയനാട് മണ്ഡലം അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ അതിന് കാരണമായി വരികയും ചെയ്തിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഈസി വാക്ക് ഓവർ UDF പ്രതീക്ഷിക്കുന്നത് പോലെ ഇത്തവണ ഉണ്ടാകുമോ രഞ്ജിത്ത്? ബിനിലിൻ്റെ സ്വന്തം നാട് കൂടിയാണല്ലോ. അപ്പോൾ വയനാട്ടിൽ എത്ര ശക്തമായ മത്സരം നടന്നാലും UDF ജയിക്കുമെന്ന് നമുക്ക് കണ്ണുമൂട്ടി പറയാൻ സാധിക്കും. കാരണം ഈ രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒന്ന് മാറ്റിവെച്ചാൽ പോലും അവിടെ 2009-ലും 2014-ലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വിമത ശല്യം ഉണ്ടായിരുന്നിട്ട് പോലും K മുരളീധരനെ പോലെ അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് NCPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് പോലും അവിടെ MI ഷാനവാസിനെ പോലെ K മുരളീധരൻ്റെ അത്രയും പ്രതിച്ഛായൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന MI ഷാനവാസ് അവിടെ ജയിച്ചു കയറിയതാണ്. അന്ന് NCPക്ക് വേണ്ടി K മുരളീധരൻ 1,00,000-നടുത്ത് വോട്ട്, എനിക്ക് തോന്നുന്നു 99,633 വോട്ടെങ്ങാണ്ട് K മുരളീധരൻ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം 2014-ലേക്ക് വന്നപ്പോൾ MI ഷാനവാസ് വീണ്ടും മത്സരിക്കുന്നു. അന്ന് അവിടെ PV അൻവറാണ് നിലമ്പൂരിലെ കരുത്തനായ PV അൻവർ. അന്ന് കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കാൻ കെൽപ്പുള്ള PV അൻവർ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. PV അൻവർ 37,000 വോട്ട് പിടിച്ചിട്ടും MI ഷാനവാസ് ജയിച്ചു കയറുന്നുണ്ട്. അന്ന് സത്യൻ മൊകേരി നല്ല ലീഡ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ വിമത ശല്യം ഉണ്ടായി. 2014 അവിടെ STPI മത്സരിക്കുന്നുണ്ട്, അവിടെ മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥി ഉണ്ട്. അങ്ങനെയൊക്കെ വിമത ശല്യവും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ടായിട്ടും താരതമ്യേന അപ്രസക്തനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് അപ്രസക്തനായിട്ടുള്ള MI ഷാനവാസ് ജയിച്ചു കയറിയ മണ്ഡലമാണ് ഈ പറയുന്ന വയനാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ സാമൂഹികമായിട്ടുള്ള ഭൂപടം പരിശോധിച്ചാലും അവിടുത്തെ രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചാലും UDF സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്തവണയാണെങ്കിൽ അത്തരത്തിലുള്ള വിമത ശല്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ ഒരു ധാരണയില്ല. അധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ഇത്ര നാളായിട്ടും വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി എത്തുമെന്നറിയുന്നു. അതുകൂടാതെ കൂടുതൽ സമയമൊന്നും മണ്ഡലത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. K സുരേന്ദ്രൻ വന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഈ വിസിറ്റിംഗ് വിസ ആരോപണമൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും K സുരേന്ദ്രനെ പോലെ BJPയിൽ കരുത്തനായൊരു നേതാവ് ഇറങ്ങുന്നു. അതുപോലെ തന്നെ CPIയിൽ ആനി രാജയെ പോലെ ഒരു ദേശീയ നേതാവ് ഇറങ്ങുന്നു. ഇത്തരത്തിൽ കരുത്തരായ എതിരാളികൾ എന്നുള്ളതാണ് ഇത്തവണ രാഹുൽ ഗാന്ധി അതിജീവിക്കേണ്ട ഒരു വിഷയം. മറ്റൊന്ന്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി താരതമ്യേന മണ്ഡലത്തിൽ എത്തിയതൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ദേശീയ നേതാവിൻ്റെ തിരക്ക് ജനങ്ങൾ മനസ്സിലാക്കുമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ നേതാവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കുകളുണ്ട്. അതൊക്കെ വയനാട്ട് മണ്ഡലത്തിലെ ആളുകൾ മനസ്സിലാക്കുമോ? അല്ലെങ്കിൽ അത്തരം തിരക്കുള്ള ആളുകൾ വയനാട്ടിലേക്ക് വരണ്ടാന്ന് തീരുമാനിക്കുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ വന്യജീവി ആക്രമണം വലിയ വിഷയമാണ്. ആ വന്യജീവി ആക്രമണത്തിൽ സാധാരണ പ്രതിക്കൂട്ടിലാവേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ MP എന്ന രീതിയിൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നൊക്കെ എതിർ പ്രതിപക്ഷം BJP ഒക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വയനാട് മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആനി രാജയും K സുരേന്ദ്രനും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ VS രഞ്ജിത്ത്,
രാഹുൽ ഗാന്ധി അവരുടെ പ്രതീക്ഷകൾ, UDF-ന്റെ പാളയത്തിലെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു.